കൂട്ടുകാരെ നമ്മൾ ഈ ഗെയിം കളിക്കാൻ പോവാണ്. ഗെയിം നമ്മൾ ഈ രക്ഷിക്കാൻ പോവാണ്. നിങ്ങൾക്ക് കളിക്കാൻ നമ്മളിങ്ങനെ ആത്തി അങ്ങനെ തറച്ചും കാണിക്കുന്നത്. ഈ താത്ത ടൈമിൽ നമ്മൾ ഇങ്ങനെ ആറ്റും വരും. അതന്നെ ഇങ്ങനെ അതിങ്ങനെല്ലാം കാണിക്കും. അതന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഇങ്ങനത്തെ കാണിക്കുക നമ്മൾ ഗെയിം ഇത് ചെയ്യുമ്പോഴാണ് അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി മാറ്റണം. ഇത് നമ്മുടെ വീടാണ്. ഈ വീടിൻ്റെ ഉള്ളിലെല്ലാം കാണിക്കിട്ടാണ് നിങ്ങൾക്ക്. ഇത് ബാത്റൂം വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ കിച്ചൻ്റെ ഒരു ഓഫാവും. ഇതാണ് വീട്. ടി വി കാണാൻ പറ്റും. ഒരു ടി വി കാണാൻ പറ്റും. എന്താ ഇനി അതൊക്കെ നിന്നോത്താണ്. നമ്മളിനി ഇറങ്ങി പോവാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം വീട്ടിന്. ഇതേറെ കാറിന് വെച്ചും ഇതേറെ വണ്ടിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വണ്ടി ഓടിക്കണം. രാത്രി നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ കാണിക്കുന്നതാണ്. ഇഷ്ടമുള്ള ഞാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ എത്തണം. അതാണിപ്പോൾ ഞാൻ പറയുന്ന കാര്യം. നിങ്ങളിങ്ങനെ വരക്കൊണ്ടിരിക്കുന്ന നല്ല കാര്യമാണ്. സൂക്ഷിക്കണം. ചിലപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യണം. എനിക്ക് നിങ്ങളൊരു കാര്യം മാത്രം ചിന്തിക്കണം. നിങ്ങൾ ഈ കാസോടും ഇത് കാണുമ്പോൾ എന്ത് വന്നാലും എവിടെ കയറി നിൽക്കല്ലേ. നോക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാതാ. ഒക്കെ ഇങ്ങനെ നിന്നു. അപ്പം ഇങ്ങനെ ഓട്ടോ വീടാണ് വണ്ടിയിലാൻ കൊടുക്കാം. അത് ഞാൻ ചെയ്തത് ഈ കിട്ടിയ പൈസ എന്തോ പൈസക്ക് വണ്ടി ഓടിപ്പിച്ച് ഞാൻ വേറെ കാറാണ് എടുത്തു. ചിലവർ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും. കിട്ടിയ സാധനത്തിന് പുറത്തൊക്കെ പൈസ കിട്ടിയ സമയത്ത് പൈസ എടുത്ത് കാറിട്ടുകൊണ്ട് പോകുന്നുണ്ടാവും. നമ്മൾ ഇനി പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ പോസ്റ്റേക്കാണ്. നമ്മൾ ഈ പോസ്റ്റേക്കിൽ ഇടക്കൊത്തിനും കാറെല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ പെടാണ് നമ്മൾ ആളെ രക്ഷിക്കാനാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആള് നിൽക്കുന്ന സ്ഥലം. നമ്മൾ ഇങ്ങനെ കയറി ഇത് കാണും. ഇത് കാണാനുള്ള IP അവിടെ പോയി നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ പോകുന്ന സ്ഥലമാണ്. എനിക്ക് കാണിക്കി തരാം. ഞാൻ മണ്ണെ കാണുന്നതിന് പോവാം. ഇത് പോലിക്കാറുണ്ട്. അതുപോലെ നമുക്ക് പരാതിനുള്ള നാരായണ മനസ്സിൽ കാറ് ടയർ മൊത്തം പല്ലിലായി പോയി. ഇനി എത്ത വഴിയും കാത്തേക്കാളും നമുക്ക് ഇവിടേക്ക് സ്റ്റേഷൻ തരും. അങ്ങോട്ട് നമ്മൾ പോകണോട്ടെ. അതല്ല അവിടെ നമുക്ക് ട്രാക്ക് ട്രാക്ക് ചെയ്തിരിക്കണം. നമ്മൾ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഇങ്ങനെ എത്ര നേരം എടുക്കുമെന്ന് എനിക്കറിയില്ല. വണ്ടി പിന്നെ ഈ കാര്യം പറയാം. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോകണം. നമ്മൾ ഈ വണ്ടി കയറി അത് സംഭവമല്ല. ഇപ്പോൾ എല്ലാവരും വിചാരിക്കണം. അത് ഒപ്പം തന്നെ കാണിക്കാം. വണ്ടി ഒതുക്കി നോക്കൊണ്ടിരിക്കുവാണ്. അയ്യോ കാർ പോയേ. മലപ്പുറത്തെ രാത്രി എത്താൻ കാർ മലപ്പുറം കിടപ്പുറല്ലേ. അതിനകത്താൽ ഞാൻ ഈ കുറെ നേരം പോയേക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാം. ഈ കാർ മുന്നപ്പോൾ തന്നെ ഇവിടെ ഒറ്റ പോയി. ഞാൻ അവിടെ ഇരിക്കുന്ന ലോറി എടുത്ത് പോകുന്നത്. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഒതുക്കി പോയാൽ മതി. അവൻ പാട്ടവണ്ടി എടുക്കാൻ പോകണ്ടായിരിക്കില്ല. വെള്ളം കിട്ടാൻ ആദ്യത്തിന് പോകും. വെള്ളം നിർത്തി ഞാൻ വണ്ടി ഇറങ്ങില്ല. വണ്ടി ഇരിക്കും. മാറി ഇരിക്കുന്നൊക്കെ അറിയാം. അപ്പം ഞാൻ കാറ്റെടുക്കും. അതിങ്ങോട്ട് എടുത്ത് ഞാൻ ആരെ രക്ഷിക്കാനാണ് പെടാനും കുറേ പറ്റിട്ട് ഉണ്ടാക്കേണ്ട വരും. നമ്മളിപ്പോൾ ബോട്ടിലേക്കാണ് വണ്ടി വരുന്നത്. ഞാൻ ഇവിടെ എത്തി. നമുക്ക് വേണ്ട വണ്ടി എടുക്കാനായിരുന്നു. നിങ്ങൾക്ക് ആരും ഓരോ സ്ഥലത്തിനും വണ്ടി മാറിക്കൊണ്ടിരിക്കുവാണ്.
ഇവന്റെ ഭാഗത്തേക്ക് അടുത്ത സ്ഥലം എത്തി. ഇവൻ ഈ ഹിന്ദിയിൽ ഇറങ്ങി. അതായത് ഞാൻ ഈ കാറെടുത്ത്. അപ്പം എനിക്ക് പുതിയ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ കാറിന് വേണ്ടി ടാക്ക് മാറ്റി വെച്ച് അത് ഞാൻ അതാണ് ഇത് നിങ്ങളെ കാണിക്കും. അതാണ് ഇയാളെ കാണിക്കും. പിന്നെ ഇയാൾ ഓരോന്ന് പറയുന്നത് വായിക്ക് നോക്കിക്കോ. അത് അത്ര ഞാൻ പറയാനായിട്ട് എമ്മക്കുള്ളതുകൊണ്ട് നമ്മൾ തേക്കെടുക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചം. അത് നമ്മൾ എന്നത്തെ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ നിങ്ങൾ പറയേ 29 കിട്ടും. നിങ്ങൾ ഇത് അതിക്ക് വരുത്തരാം. അപ്പം നിങ്ങൾക്ക് സാധനം കിട്ടും. അതൊക്കെ ആദ്യം ഇട്ടിട്ടാണ് നോക്കിയത്. അതൊരു കിട്ടില്ല. ഇനി അതിന് തന്നെയാണ് കഷ്ടപ്പെടേണ്ട ഓരോത്. ഓവലാണ് ആൾക്കൂട്ടുണ്ട്. അറിയാം നമുക്ക് എവിടെ നിന്നും കാലുദിക്കണം. നോക്കട്ടെ അടുക്കെടുക്കാൻ പറ്റുമെന്ന്. നോട്ട് വെക്കണം വേണ്ട. അറിയാൻ പറഞ്ഞ അയ്യോ അതിൻ്റെ രാവിലെ ആയിക്കോട്ടെ. പൈക്കിട്ടുണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് വേണ്ട ഈ സ്ഥലത്തേക്ക് കൊത്രത്തിക്ക് വേക്കാം. മണ്ടത്തോളം തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. രണ്ടിട്ടൊക്കെ ഞാൻ പോളിച്ചിട്ടും എല്ലാം കിടപ്പുണ്ടെന്ന് നോക്കിയേക്കാല്. എല്ലാം ചെയ്ത് നമ്മുടെ നമ്മളും ഒരു പുതിയ വേറെ ആകുമ്പോഴും വേത്താക്കണമെന്ന് ഈ താക്ക് നശിപ്പിക്കാനേ പറ്റുക. നമ്മളിപ്പോൾ എടുക്കാൻ വന്നത് വണ്ടി നോക്കിയാൽ നിങ്ങൾ ഈ വണ്ടി എടുക്കണം. ചേട്ടൻ്റെ ഉള്ളിലായിട്ടല്ല പുറത്തായിട്ടാണ് വന്നത്. അത് പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് വന്നേ ആ സ്ഥലത്തേക്ക് തന്നെ പോകണം. ഈ ഗെയിം കളിക്കുന്നവർക്ക് നാപ്പൊന്ന് നോക്കാൻ പോകാൻ പറ്റും. അത് ബുദ്ധിയുള്ളവർക്ക് മാത്രം നാപ്പ് വേണ്ട. ഈ ഗെയിം മൊത്തം ഓർത്ത് വെക്കാൻ പറ്റും നിങ്ങൾക്ക്. അതുകൊണ്ട് എനിക്ക് ലക്ഷത്തിൻ്റെ ആയിട്ടൊന്നും വന്നില്ല. എനിക്കിനത് കാറ്റിൽ കേട്ടോ വണ്ടി ഇരിക്കാൻ കാറ്റ്. പിന്നെ ഞാൻ കളിച്ചിട്ട് വണ്ടി വിളിച്ചിട്ട് ഓൺ ചെയ്ത് എത്തി. അപ്പോഴേക്കും എന്തോ സംഭവിച്ച് അതെന്തോ വന്നത് നമ്മൾ എത്തി. അതാണ് ഗസ്റ്റ് വന്നിട്ട് വണ്ടി അങ്ങോട്ട് വിടണം. നമ്മൾ വണ്ടി വളർത്തി ഈ കാക്കി ഇരിക്കണം. സീലൊക്കെ ചേർക്കാം. രാവിലെ ലോകത്ത് പാലൊക്കെ ചേർക്കാം. നമ്മൾ രാമ്പത്ത് പ്രവർത്തിക്കുന്നു ഉദ്ദേശിക്കാൻ നമുക്ക് വണ്ടിന് ഈ നമ്പർ ഇരുന്നൂറ് ഇറങ്ങാനേ പറ്റില്ല. നമ്മൾ ജയിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഫ്രണ്ടിന് വേണ്ടി എന്തുകൊണ്ട് ചെയ്യും അല്ലേ? അങ്ങനെ ഉണ്ടാവും. ചില കൂട്ടുകാർ അങ്ങനത്തെ ഉണ്ടാവും. ചിലവരും അങ്ങനെ ചില കൂട്ടുകാർ അങ്ങനെയാണ്. മറ്റേ ഫ്രണ്ടിന് വേണ്ടി എന്തുകൊണ്ട് ചെയ്യും. അത് അപ്പം അവർക്ക് വേണ്ടി എന്തുകൊണ്ട് ചെയ്യുന്ന ചില കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടാക്കുക. അവരാണ് നല്ല മനസ്സുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. സീനാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. ടൈം ഇടാറായിരിക്കുവാണ്. ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വണ്ടി കയറ്റാൻ പറ്റില്ല. ടൈമും തീരാറായി. അതുകൊണ്ട് ഞാൻ വണ്ടി പകർത്തിക്കോ നോക്കിയില്ല. വണ്ടിക്ക് നിൽക്കണമെന്ന് വിചാരിച്ച് കയറ്റി. അതുകൊണ്ട് വണ്ടി നടക്കാൻ നോക്കണം. ടൈം കുറവാണ്. അതുകൊണ്ട് വേറെ എത്തണം. അത് നമ്മൾ കെട്ടു. അയ്യോ നമ്മൾ വീടിൻ്റെ അടുത്തോടെ എത്തി. ഇനി
നമ്മൾ വെലുവെല്ലാം തിരിഞ്ഞ് കഷ്ടപ്പെട്ടാണ് ഈ ഗെയിം കളിക്കുന്നതും ടൈം നിങ്ങൾക്ക് എന്തെന്ന് ചെയ്യാൻ മേലില്ല. അതുകൊണ്ട് നമ്മൾ എത്തണം ടൈം അതിനനുസരിച്ച് കുറവാണ്. ഈ വണ്ടി ഫീല് കുറച്ചിട്ടുള്ള ചെയ്യാൻ പാടില്ല. എല്ലാം നമ്മൾ കഴിഞ്ഞ് തന്നെ കൊണ്ട് തീർത്തു ആദ്യം പോകുന്നത് നമ്മളെ പോർച്ചക്കിലേക്ക് തന്നെ വീണ്ടും ഒരു കാലത്തിന് പോകാനുണ്ട്. അതും ഈ റാമ്പിലൊക്കെ വണ്ടി പുറത്തേക്കാൻ പോവാണ് ഗൈസ്. റാമ്പിന് വണ്ടി പറന്നുകൊണ്ടിരിക്കുവാണ്. വണ്ടി വേറെ വീടിൻ്റെ മേലിൽ പുറം ഇടിക്കുമ്പോഴത്തേക്ക് കയറി. അതാണ് ഇപ്പം ഞാൻ എന്നോ കൂട്ടാനോ ചെയ്യും. അവനൊരു വണ്ടി അഞ്ച് പറത്തിക്കൊണ്ടിരിക്കുക. ഞാൻ വരെ ആ പോർട്ടേഷനിലേക്ക് വണ്ടി ഇത്രയും പറക്കണ വണ്ടി തിരിഞ്ഞ് വളഞ്ഞും നടന്ന വണ്ടി പോകുന്നത് എല്ലാം കാണുന്നത്. നമ്മൾ മലമോളിൽ കയറി പൈക്കെല്ലാം കിട്ടുട്ടോ. എല്ലാം കിട്ടുമ്പോന്ന് പറയത്തല്ലോ അവക്കറിയിക്കാനുള്ളൂ. വണ്ടി പോകുമ്പോൾ ഇച്ചെല്ലാം കുറച്ച് ഞാൻ മഞ്ഞ് തീയാനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുവാകെ. നമ്മളിനി അതേതോ മാങ്ങക്കടക്കാരും കയറി വന്നാണ്. നമ്മൾ പോർട്ടേഷനിലേക്ക് വണ്ടി പറത്തിച്ചു വിട്ടു. ഏതൊക്കെ സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾക്കും അതേപോലെ അറിയത്തില്ലായിരിക്കും. അതേപോലെ എന്താ വണ്ടി ഞാൻ ഈ വണ്ടി എനിക്ക് ഇവരെ കിട്ടിയിട്ടുള്ള ഫീതുള്ള പോലെ. അപ്പോൾ ഞാനൊരു കാര്യമല്ലോ ഈ ഷോബോസിന് ഉപയോഗിക്കാൻ. അപ്പോഴൊക്കെ അത് കുളമായി. അത് തയ്യാറുണ്ട് ഷോബോസ് ഉപയോഗിക്കാൻ പറ്റി. അപ്പം അതും കുളമായി. അതൊക്കെ ഞാൻ വീണ്ടും ഷോബോസ് അപ്പോഴൊക്കെ വണ്ടി ചിരിക്കുന്നത്. പിന്നെ വീണ്ടും ഭൂഷണ വണ്ടി ഇരുന്നേക്കാൻ നല്ലൊരു വേണ്ടാന്ന് ഇട്ടുകൊണ്ട് ഇരുത്ത് വണ്ടി ഇരിക്കുന്നത് തിരിച്ച് ഞാൻ ഇറങ്ങി ഓടുവാണ്. നമ്മൾ നേരൊക്കെ വന്നതേ കാരണം ഈ റൂമിലൊക്കെ എടുക്കുമ്പോൾ ഇവിടെ കാണും. ഇത് എടുക്കണം. അത് ഈ സിറ്റിയിൽ തന്നെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കയറണം. ഇതെല്ലാം ഞാൻ പാടെല്ലാം കഴിഞ്ഞ സ്ഥലങ്ങളും ഞാൻ നോക്കുവാണ്. നാപ്പിൽ ഏത് സ്ഥലത്താണ് കയറുന്നതെന്നറിയില്ല. കിട്ടിക്കലം തലം അല്ലല്ലേ അതെല്ലാം പിന്നെ കളിക്കാം. അത് നമ്മൾ ഗ്രോയ്ക്ക് വേണ്ടി എന്നും ചെയ്യും. നമ്മൾ പൈക്കുന്നു ഇതൊക്കെ വണ്ടിയെ പോയി എനിക്ക് പിന്നാലെ ലോറിക്കോലാണുള്ളത്. ഈ പൊത്തന്മാരെ പറഞ്ഞാൽ എന്തൊക്കെ പഠിക്കുകയാണ്. ഈ പൊത്തന്മാക്കൾ കളവില്ല. നമ്മൾ വന്ന എത്തിയില്ല. സാലമോനെ കാരണം നമ്മൾ തിരിയുന്ന ബാക്കോട്ടേക്ക് വാൻകളുണ്ടപ്പോൾ നിങ്ങൾക്ക് ഇനി കോരാനുള്ള സ്ഥലമാണ് ഇത്. നമ്മളിവിടെ കയറി ഈ കണ്ടറിയോ പിന്നെ എടുക്കുവാൻ പിന്നെ നമ്മൾ ഇറങ്ങി ഓടിത്താൽ ഈ പൊട്ടം പോലേക്ക് ഇടിച്ച് ഇറക്കാൻ തോന്നി. പിന്നെ ഇടിച്ച് ഞാനാ ശ്രദ്ധിച്ച പൊട്ടം പോലേക്ക് ഇടിച്ച് കയറ്റിട്ട് അടുത്ത സ്ഥലത്തേക്ക് വണ്ടി നിർത്തുകയാണ്. വീണ്ടും അപകടത്തിൽ രക്ഷപ്പെട്ടു. ഇങ്ങനെ പൊക്കോന്ന് ചെയ്യും വഴി തിരിക്കാൻ വക്കീലും പോവാം. ഞാനിന്ന് ഈ സ്ഥലം മൊത്തം തലകുത്തി ആക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഈ വണ്ടി പോകാത്ത എനിക്ക് തലം കുത്തി മറയുക. ഞാനെല്ലാം വിട്ട് കുറക്കാൻ പാടില്ല. വണ്ടി നന്നായി പറത്തേക്ക് പാറക്കി കൂറിയിട്ട് വണ്ടി ഓടുക. അത് ഇടുക്കി തുറക്കിക്ക് പാറക്ക് അല്ലാതെ എല്ലാം ഇടുക്കി തുറക്കിക്ക് പാർക്കിലാരും വീട്ടിലേക്കല്ലേ. അത് നിങ്ങൾക്ക് എന്താ കാർ ഷോറൂമിൽ ഞാൻ അങ്ങനെ പോയി കാണിക്കാം. നിങ്ങൾക്ക് ഇത് നല്ല നല്ല കാറുകൾ കിട്ടും. ഞാൻ കാറ് മേടിക്കാൻ 10 പൈസ ഉണ്ടെന്ന് 10 വയ്ക്കലില്ല. അതാണ് പ്രശ്നം. ഈ കാർ നമുക്ക് ഓഫറായി കിട്ടും. എല്ലാം നമുക്ക് ഈ കാർ തന്നെ മന്തി. ഈ കാറാകുമ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല. എല്ലാം ഇടുക്കി തുറക്കിച്ച് പോകണ്ടോ. ഈ കാറിൻ്റെ ഫ്യൂച്ചർ കണ്ടെത്തി കണ്ടോ എല്ലാം 3 പ്രാവശ്യം തീ വരും. 3 വർഷത്തിൽ വരും. അതാണ് ഈ കാറിൻ്റെ ബുദ്ധിയല്ല. നിങ്ങൾക്കറിയാം. ഞാൻ ഇടുക്കിക്കാൻ മെത്ത വണ്ടി ഇടുക്കിയത് അങ്ങനെ തെറ്റും. വിദ്യാർത്ഥിന് പറയാം വിദ്യാർത്ഥിനെക്കാരും പോരാ പോളിക്കാക്കൊന്നും പറ്റും. ഈ കാർ അത്രയും ഫീലും രസമില്ലാത്ത ഇതുവരെ വന്നത്തുള്ള കാലക്കാർ ഷീം പിടിച്ച കാറ് ഇപ്പം ഞാൻ ഓടിക്കുന്ന കാറാണ്. അത് എനിക്ക്
ചെറുതായിട്ട് മണ്ടത്തോളം പറ്റി ഗേൾസ്. ഈ കാരണം എൻ്റെ വീട് റൂമിക്കാനെ കൊണ്ട് നിർത്താം. ഈ വീട്ടിൽ പോയ കാര്യം അല്ലേ, നല്ല രസമില്ല വീട്ടിൽ പോയ പാട്ട കൊണ്ട്. ഇതെന്ത് സ്ഥലമാണ് എനിക്കിത് മനസ്സിലായിട്ടില്ല. എനിക്കതിന് എനിക്ക് കൊടുക്കില്ല, അത് കൊടുക്കില്ലാന്ന് മനസ്സിലാത്ത എനിക്കെന്താ. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനല്ലേ അത് വണ്ടി ഇടിച്ച് കയറി ഇങ്ങോട്ട്. ഇനി വണ്ടീനാണ് ഇത് എടുക്കേണ്ട വരും എന്ന് തോന്നുന്നുണ്ട്. വണ്ടി എടുത്ത് ബാക്കത്ത് അവന് അതന്നെയാണ് എന്താ ചെയ്യാൻ പോലെ. നിങ്ങൾ അതിന് വണ്ടി പാലത്തേക്കോടെ എടുക്കാൻ നോക്കിയത് അവരുടെ വണ്ടി പോയില്ലോ. ഞാൻ തീരുമാനിച്ചത് എഫോർട്ട് പെയിനുണ്ടല്ലോ അകത്തൊരു പറഞ്ഞിട്ട് വണ്ടി താഴെ മൊത്തം പെയിൻ്റായിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓട്ടത്തില വാണ്ടി തെല്ല് കുറച്ച് ദാപ്പ് പോയി. ഞാൻ പുറഞ്ഞെത്ര കവർ ഈ വണ്ടിക്ക് കണ്ട വണ്ടിയുടെ സീര് കാണാൻ വണ്ടി ദക്കല്ല എല്ലാം മുളങ്ങലും പോകും. കണ്ടോ അത് അങ്ങനെ ടോയൽ ഷേപ്പായി, ടോയലാക്കാൻ ഏതോ സ്റ്റേപ്പായി. ഈ ഭാഗത്തേക്ക് എല്ലാ ഫ്ലവേഴ്സിനെ കാണാൻ നല്ല സൂപ്പർ കാർ. ഈ കാണാം ഈ ലോവസ്റ്റ് സീൻ കാണാം. ഈ കാർ എല്ലാ കാര്യം നല്ല സീൻ ഫ്ലവേഴ്സുള്ള കാണാം. ഈ കാരണം അത് കാരണം വേസ്റ്റ് നടത്താൻ തോന്നിക്കാൻ പറ്റിയ അത്ര ഫീൽ കാരണം അമ്മച്ചീനെ കഥ പിന്നെ പറയാമേ. ആദ്യം ഞാൻ ഫോൺ അറിയിച്ചപ്പോൾ കഥ പറയാന്ന് വെച്ച് പറഞ്ഞതാണ്. ഈ കാണപ്പെട്ട എല്ലാവർക്കും കഥ അത്ര എനിക്ക് പറഞ്ഞു ഞാൻ തന്നിട്ട് ഇത് പറഞ്ഞു അത്ര എന്താ അയ്യോ 35,000 രൂപ കിട്ടണം കൊടുക്കണം അവർക്ക്. അയ്യോ 30,000 ഈ കാലവർഷത്തിൽ കൊണ്ട് നടത്തിയിട്ട് കാര്യം ചെയ്യാൻ നമുക്ക് സ്റ്റാറ്റിക്കാരനാണ്. ഈ കാര്യം സ്റ്റാറ്റിക് സ്ഥലത്ത് നിന്ന് കിടക്കട്ടെ, അതല്ലേ നല്ല സാധ്യത. പൈറ്റേൻ്റെ കാര്യമാണ് എന്ത് വണ്ടിയിൽ പറക്കിയിട്ടേക്കല്ലേ. ഞാൻ ഇങ്ങനെ പാർക്ക് ചെയ്യണം, ഇങ്ങനെ ഒറ്റ പറക്കുക ഇവിടെ തന്നെ പറക്കിയിട്ടേക്ക. വണ്ടി മൊത്തം വലിയ പൊതി കാണാൻ പറക്കാൻ പോലും പാടാം. ഈ തല്ലിപ്പൊട്ടി വണ്ടി കിടക്കട്ടെ. You want to come in? എന്താ പൈറ്റ് പോയി ഈ മണ്ട ടൈവ എന്തൊക്കെ 45,000 ഉണ്ട്. ഈ പൊട്ടന്മാരൊക്കെ ഈ വണ്ടിയിൽ വീട് ഞാൻ പയ്യെ ഓടിക്കാൻ പറ്റി. ടൈം കുറവാണ്. ഇനി ഈ ടൈമും കുറവാ. അത്രയും ദൂരെയുള്ള കളിക്കാൻ ഇയാൾക്ക് ടൈം കളിച്ച് തന്നത്. പിന്നെ ഈ വണ്ടിക്കാരുടെ കച്ചപ്പാടത്താണ് ഇവിടെ കത്തം പറയും. വേറെ കസ്റ്റമ്പുണ്ട്, വേറെ ഒരു കുറച്ച് പൈസ കൂട്ടി തന്നെ താണെന്ന് ഇത് തന്നിട്ട് എന്ത് ഇതെന്താ നോക്കാല്ലേ ഈ പറഞ്ഞാൽ ഏത് പൊട്ടാണ് ഞാനാ വലിയ പോയാ പോലെ ഈ പൊട്ടാണ് പൊപ്പം തന്നെ പോകാൻ നടന്നു നോക്കൂല എന്നാലേ മരത്തിനകത്ത് തൂക്കണേ. അത്താളം കൂടെ എനിക്ക് കേൾക്കണ്ട കാര്യം അത്താലും പിന്നെ ഉറപ്പം ദൂരെ എത്ര ദൂരെ മലമൂലിലാണോ ഇയാളുടെ സ്വന്തം വീട് എനിക്കറിയില്ല. ഇയാളെപ്പറ്റി പിന്നാലെപ്പറ്റി ടൈം കുറവാന്ന് പറയാം. വണ്ടിക്ക് ഇങ്ങനെ കണ്ടോലൊന്നും കൂട്ടി തന്നാലും ബൈക്കാ കേട്ടറങ്ങ കൂടുതലായി.
തട്ടിക്കാനും കറിക്കോട്ടെ അവിടെ ദൂരെയാ ഇത് എന്നെ കൊണ്ട് പറ്റുന്നവരും അല്ലാത്ത ചാത്തിക്കാരന് ഇതൊന്നും പറ്റില്ല കേട്ടോ മോനെ ചാത്തിക്കാനത്ത് കളിപ്പിക്കുവാ കൊണ്ടാണ് കാര്യത്തിനും കൊള്ളത്തില്ല ടൈമും ഇവര് നിന്നെക്കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല കൊള്ള കൊത്തിത്തന്നോ നമുക്ക് എന്ത് കഷ്ടപ്പെട്ടാലേ പട്ടത്തിൽ കഴിക്കാണ്ടി പോയല്ലോ ശരി കസ്റ്റമർ ഉണ്ടാവോ ഒരു കസ്റ്റമർ കാണാനില്ലല്ലോ നോക്കട്ടെ വരും അതൊന്ന് കസ്റ്റമറെ കിട്ടും പൈപ്പിണ്ടാക്കാണ് കസ്റ്റമറിന് വണ്ടി എടുക്കണം വണ്ടി അതിരുമ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കണം ഇപ്പത്തെ വണ്ടി എടുക്കണം ദൂരോ ഒന്നു വേണ്ട പൊന്നിട്ടാ തേങ്ങ കാത്തിക്കാണ് അല്ലാതെ ടൈം കൊണ്ട് ഇട്ടിട്ടുള്ള ബുദ്ധിമോനല്ല ഞാൻ ഗെയിമിൽ പോവാ നാളെ വരാം ആ വീഡിയോ എത്തായിട്ട് തത്ത ബേബ സൂജി